നമ്മൾ സദൃശ്യ ത്രികോണങ്ങൾ അഥവാ സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ പേജ് 100 കണക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കണക്ക്. ദ മിഡ് പോയിന്റ് ഓഫ് ദ ബോട്ടം സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ജോയിൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദ ടോപ്പ് സൈഡ് ആൻഡ് എക്സ്റ്റെൻഡഡ് ബൈ ദി സെയിം ലെങ്ത്. ദ എൻഡ്സ് ഓഫ് ദീസ് ലൈൻസ് ആർ joined and perpendiculars are drawn from these points to the bottom side of the square extended. First question. Prove that the quadrilateral obtained thus is also a square. ഈ കണക്ക് നമുക്ക് കുറച്ചധികം ചെയ്യാനുണ്ട്. മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ ഇതിനൊരു പേര് കൊടുക്കുന്നു. എ ബി സി ഡി. എ ബി സി ഡി ഒരു സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് എ ഡി ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇനി നമുക്ക് ഒ എന്ന് മാർക്ക് ചെയ്യാം. ഈ സ്ക്വയറിൻ്റെ എ ഡി എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഓരോ ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു അകലത്തിൽ ഈ വര ഇങ്ങോട്ടേക്ക് നീട്ടിയിട്ടുണ്ട്. ഇതേ അകലം തന്നെയാണ് സിയിൽ നിന്ന് ഇങ്ങോട്ട് നീട്ടിയത്. പിന്നെ ഇവിടുന്ന് താഴത്തേക്ക് എന്ത് വരച്ചിട്ടുണ്ട്? പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ പുറമേ കാണുന്ന പി ക്യു ആർ എസ് അത് ഒരു സ്ക്വയർ ആണെന്ന് തെളിയിക്കണം. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എ ബി സി ഡി സ്ക്വയർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും, ആംഗിൾ ബിയും 90 ആയിരിക്കും, ആംഗിൾ സിയും 90 ആയിരിക്കും. പിന്നെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കുമല്ലോ. സൈഡൊക്കെ നമുക്ക് 2A എന്നെടുക്കാം. 2A. പിന്നെ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? O ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. അപ്പോൾ എ ഡിയും 2A ആണ്. അപ്പോൾ OA എന്ത് വരും? എ. ഇതെന്ത് വരും? എ. ഇവിടെയുള്ള ഈ സ്ക്വയർ ഉണ്ടല്ലോ എ ബി സി ഡി, അത് ഞാൻ താഴെ വരച്ചിരിക്കുന്നു. നമുക്ക് ഈ ലെങ്ത് എത്രയാന്ന് തന്നിട്ടുണ്ട്? 2A. ഇതെല്ലാം 2A ആണ്. ഇത് എ ആണ്, ഇത് എ ആണ്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് ആംഗിൾ എ 90 ഡിഗ്രി ആയിരിക്കും, ആംഗിൾ ഡി 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഫസ്റ്റ് ആദ്യം തെളിയിക്കേണ്ടത് ട്രയാങ്കിൾ ഒ എ ബിയും ട്രയാങ്കിൾ ഒ ഡി സിയും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നാണ് തെളിയിക്കേണ്ടത്. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? കൺസിഡർ ട്രയാങ്കിൾ ഒ എ ബി, ട്രയാങ്കിൾ ഒ ഡി സി. ഇവിടെ ഏത് സൈഡ് ഈക്വലാണ്? ഒ ബിയും ഒ സിയും ഈക്വൽ ആണ് അല്ലേ? സ്ക്വയറിൻ്റെ സൈഡല്ലേ? ഒ ബി ഈക്വൽ ടു ഒ സി. പിന്നെ ഒ എയും ഒ ഡിയും തുല്യമല്ലേ? ഒ എ ഈക്വൽ ടു ഒ ഡി. എന്താണ് കാര്യം? ഒ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. പിന്നെ ഒ ബിയും ഒ സിയും ഈക്വൽ ആയത് എന്താണ്? ഒ ബിയും ഒ സിയും ഈക്വൽ ആയത് സ്ക്വയറിൻ്റെ സൈഡ് ആയതാണ്. ഒ എ ഈക്വൽ ടു ഒ ഡി വന്ന എന്താണ്? ഒ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ഡി. ഒ എ ഡിയുടെ മിഡ് പോയിന്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ഡി ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ ഈ ട്രയാങ്കിളിൽ രണ്ട് സൈഡും ഇടയ്ക്കുള്ള ആംഗിളും ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും ഇടയ്ക്കുള്ള ആംഗിളിനോടും തുല്യമല്ലേ? അപ്പം ഇത് രണ്ടും എന്ത് ട്രയാങ്കിൾസ് ആണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണെന്നെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളിലെയും എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 2 sides and angle between them of triangle OAB is equal to 2 sides and angle between them of triangle ODC. അതുകൊണ്ട് ട്രയാങ്കിൾസ് ആർ എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ്? തുല്യ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. then their third side also equal.
അപ്പോൾ ഈ സൈഡും ഈക്വൽ ആണെന്നും ഇത് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സൈഡും ഈക്വൽ ആണ്. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൽ തുല്യമായ സൈഡ്സിന് എതിരെയുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഏതൊക്കെയായിരുന്നു തുല്യമായ സൈഡ്? ഇതും ഈക്വൽ ആയിരുന്നു. ട്രയാങ്കിൾ OAB, ട്രയാങ്കിൾ ODC. അവിടെ ഒരു ജോഡി ഈക്വൽ സൈഡ്സ് AB ഈക്വൽ ടു CD. അതിനെതിരെയുള്ള ആംഗിൾ ഏതാണ്? ഈ ആംഗിളിന് എന്ത് പറയും? O എന്ന മുഴുവൻ ആംഗിൾ ഇല്ലല്ലേ. അപ്പോൾ ആംഗിൾ AOB, ആംഗിൾ AOB. ഇതിനെതിരെ ഇതിനെതിരെയുള്ള ഈ ആംഗിളും ഒരു ജോഡി ഈക്വൽ ആംഗിൾസ് ആണ്. ആംഗിൾ AOB ഈക്വൽ ടു ആംഗിൾ COD. COD ഞാനത് X ആയിട്ട് എടുക്കുന്നു. ഈ ആംഗിൾ X, ഈ ആംഗിളും X. OBയും OCയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ. OBയും OCയും ഈക്വൽ ആണ്. അത് ഞാൻ P എന്നെടുക്കുന്നു കേട്ടോ. അതായത് OB ഈക്വൽ ടു OC ഈക്വൽ ടു P. അപ്പോൾ OB ഈക്വൽ ടു OC ആണ്. അപ്പോൾ അതിനെതിരെയുള്ള ആംഗിൾസ് ആംഗിൾ Aയും ആംഗിൾ Dയും ഈക്വൽ ആണ്. അത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. സ്ക്വയറിൻ്റെ ആംഗിൾസൊക്കെ 90 ആയിരിക്കുമല്ലോ. പിന്നെ ഒരു ജോഡി ഈക്വൽ സൈഡ് ഏതൊക്കെയാണ്? OA ഈക്വൽ ടു OD. അപ്പോൾ അതിനെതിരെയുള്ള ആംഗിൾ ഇതാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് ജോഡി ആംഗിൾസാണ് ഈക്വൽ. ഈ ആംഗിളിന് എന്ത് പറയാം? ആംഗിൾ ABO. B മുഴുവനും ഇല്ലല്ലോ. അപ്പോൾ ആംഗിൾ ABO എന്ന് തന്നെ പറയാം. ഈക്വൽ ടു ആംഗിൾ OCD ഈക്വൽ ടു എന്ത് വരും? ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180. അപ്പോൾ 2 ആംഗിൾ അറിയാം. മൂന്നാമത്തെ ആംഗിൾ കിട്ടാൻ 180യിൽ നിന്ന് ഈ 2 ആംഗിളും കൂടെ കൂട്ടുന്നത് കുറച്ചാൽ പോരെ. അപ്പോൾ എന്ത് വരും? 180 മൈനസ് ഇത് 90 ആണ്, ഇത് X ആണ്. അപ്പോൾ 2 ടേം ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റിലിടണം. കാരണം ഈ മൈനസ് 90ക്കും ബാധകമാണ്, Xനും ബാധകമാണ്. മൈനസ് മാറ്റുമ്പോൾ ഇത് +90 അല്ലേ. അപ്പം -90 പ്ലസ് X, മൈനസും പ്ലസും കൂടി മൈനസ് ആവും. ഒരേ ചിഹ്നമാണെങ്കിൽ പ്ലസും വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ മൈനസുമാണ്. 180ൽ നിന്ന് 90 കുറച്ചാൽ എത്രയാണ്? 90 മൈനസ് X. അപ്പോൾ ഈ ആംഗിൾ എന്ത് വന്നു? 90 മൈനസ് X. അപ്പോൾ ഇതെന്ത് വന്നു? 90 മൈനസ് X. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ Xും ഒരു ആംഗിൾ 90യും ആണെങ്കിൽ അടുത്ത ആംഗിൾ എന്ത് വരും? 90 മൈനസ് X വരും. അപ്പം 3ഉം കൂടെ കൂട്ടിയാൽ 180 കിട്ടും. ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണല്ലോ. സംശയമുണ്ടേ നോക്കിക്കോ. 90 പ്ലസ് X പ്ലസ് 90 മൈനസ് X. പ്ലസ് Xും മൈനസ് Xും വെട്ടിപ്പോകത്തില്ലേ? ഒരേ ഇത് തന്നെ X തന്നെ, വ്യത്യസ്ത ചിഹ്നങ്ങൾ. അപ്പോൾ 90 പ്ലസ് 90 180 ആവും. ഇത് വിശദീകരിച്ച് പറയാൻ നമുക്ക് Xും 90യും ഉള്ള ട്രയാങ്കിൾസ് ഇനിയും വരുന്നുണ്ട്. ഇനി നിങ്ങൾ POS എന്ന ഈ വലിയ ട്രയാങ്കിൾ പരിഗണിക്കുക. ഇതിൻ്റെ 2 ആംഗിൾ നമുക്കറിയാം. ഈ ആംഗിൾ 90 ആണ്, ഈ ആംഗിൾ X ആണ്. നേരത്തെ ഈ ട്രയാങ്കിൾ പോലെ തന്നെ. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 മൈനസ് X. 3ഉം കൂടെ കൂട്ടിയാൽ 180 കിട്ടുമല്ലോ. അതേപോലെ തന്നെയാണ് ഈ ട്രയാങ്കിളും. ട്രയാങ്കിൾ OQR. ഇത് X, ഇത് 90. അപ്പോൾ ഇതെന്ത് വരും? 90 മൈനസ് X വരും. ഇൻ ട്രയാങ്കിൾ POS, ആംഗിൾ P90, ആംഗിൾ POS X. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ 90 മൈനസ് X. അതേപോലെ ഇൻ ട്രയാങ്കിൾ OQR, ആംഗിൾ Q ഈക്വൽ ടു 90, ആംഗിൾ QR ഈക്വൽ ടു X. അപ്പം മറ്റേ ആംഗിൾ 90 മൈനസ് X വരും. ഇനി നിങ്ങൾ ട്രയാങ്കിൾ OBC നോക്കിക്കേ. ഇതിനകത്ത് OBയും OCയും ഈക്വൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ 2 സൈഡ് ഈക്വലായ ട്രയാങ്കിളിന് പറയുന്ന പേരെന്താണ്? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം.
സമപാർശ്വ ത്രികോണത്തിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ ആംഗിൾ ഈക്വൽ ആയിരിക്കും? ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. ഈ ഒ ബി ഒ സി അല്ലേ തുല്യം. അപ്പോൾ ഇതിനെതിരെയുള്ള ആംഗിൾ ഇത്, ഇതിനെതിരെയുള്ള ആംഗിൾ ഇത്. ഈ രണ്ട് ആംഗിളും എത്ര വരും? നിങ്ങൾ നോക്കിക്കേ, ഈ ബി സി ഡി എന്താണ്? സ്ക്വയറാണ്. അപ്പോൾ ആംഗിൾ ബി 90 ഡിഗ്രി ആയിരിക്കത്തില്ലേ? അപ്പോൾ ഈ ചെറിയ ആംഗിൾ 90 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 മൈനസ് എക്സ് അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? ഇൻ ട്രയാങ്കിൾ ഒ ബി സി, ഒ ബി ഈക്വൽ ടു ഒ സി ഈക്വൽ ടു നമ്മൾ പി ആയിട്ട് എടുത്തു. അപ്പോൾ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഏതൊക്കെ ആംഗിളാണ് ഈക്വൽ? ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആംഗിൾ ബി മുഴുവനും എത്രയാണ്? 90 ഡിഗ്രി. കാരണം എ ബി സി ഡി എന്താണ്? സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒ ബി സിയും ഒ സി ബി എത്ര വരും? ഒ സി ബി സമം 90 മൈനസ് എക്സ്. കാരണം ഈ ആംഗിൾ മുഴുവനാണ് 90, ഈ കുറച്ച് ഭാഗം 90 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ 90 മൈനസ് എക്സ്. നേരത്തെ പോലെ തന്നെ ബ്രാക്കറ്റ് മാറ്റുന്നു. 90 മൈനസ് കൊണ്ട് ഗുണിച്ചാൽ -90 അല്ലേ? ഇത് +90 ആണ്. പിന്നെ മൈനസും കൂടെ ഗുണിക്കുമ്പോൾ +x. 90 മൈനസ് 90 0 ആവും. എക്സ് കിട്ടും. അപ്പോൾ ഈ കുറച്ച് ഭാഗം, ഈ ഭാഗം 90 മൈനസ് എക്സ്, ഈ ഭാഗം എന്ത് വരും? എക്സ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിക്കേ, 90 തന്നെയല്ലേ വരുന്നത്? 90 മൈനസ് എക്സ് പ്ലസ് എക്സ്, മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി, 90 തന്നെ. അപ്പോൾ ഈ ആംഗിളും എക്സ്. അപ്പോൾ ഒ ബി സി എന്ന ട്രയാങ്കിൾ, ഈ ആംഗിളും എക്സ്, ഈ ആംഗിളും എക്സ്. അപ്പോൾ ആംഗിൾ ബി ഒ സി എന്ത് വരും? 180യിൽ നിന്ന് ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 അല്ലേ? 180യിൽ നിന്ന് ഈ 2 ആംഗിളും കൂടെ കൂട്ടിയത് കുറച്ചാൽ പോരെ? 180 മൈനസ് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് വരും? എക്സ് പ്ലസ് എക്സ് 2x. അപ്പോൾ എന്ത് വരും? ആംഗിൾ ബി ഒ സി സമം 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. 2 ആംഗിൾ എക്സ് ആണ്, എക്സ് പ്ലസ് എക്സ്. അപ്പോൾ എന്ത് വരും? 180 മൈനസ് എക്സും കൂട്ടിയാൽ 2x. ഇനി നിങ്ങൾ നോക്കിക്കേ, SO R എന്ന് പറയുന്ന വലിയൊരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒ ബി എന്ന ലൈൻ എസ് വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലേ? ഈ അകലവും CR എന്നുള്ള ഇവിടുത്തെ അകലവും ഈക്വൽ ആണെന്ന്. ആ അകലം ഞാൻ Q എന്നെടുക്കുന്നു. അപ്പോൾ ഈ അകലം എന്ത് തന്നെയായിരിക്കും? Q ആയിരിക്കും. ഇനി SORൽ ഏതൊക്കെ സൈഡ് ഈക്വൽ ആണ്? OS P പ്ലസ് Q വരും, അതേപോലെ തന്നെ ORും P പ്ലസ് Q വരും. അപ്പം നമുക്ക് എന്തെഴുതാം? ഇൻ ട്രയാങ്കിൾ SOR OS ഈക്വൽ ടു OR ഈക്വൽ ടു P പ്ലസ് Q. അപ്പോൾ ഈ രണ്ട് വശങ്ങളും തുല്യമായതുകൊണ്ട് ഇതിനെതിരെയുള്ള ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ORS. അതും ഈ സൈഡിനെതിരെയുള്ള ആംഗിൾ OSRും തുല്യമായിരിക്കും. രണ്ട് സൈഡ് തുല്യമായ ട്രയാങ്കിളിന് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്നാണ് പറയുന്നത്. ഈ ആംഗിൾ നമുക്ക് 180 മൈനസ് 2x എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ SORൻ്റെ ഒരു ആംഗിൾ നമുക്കറിയാം, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ കിട്ടാൻ എന്ത് വേണം? 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. അപ്പോൾ 180യിൽ നിന്ന് ഈ ആംഗിൾ കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ ഈ ആംഗിളും കിട്ടും. ഈ ആംഗിളിൻ്റെ പേരെന്താണ്? ആംഗിൾ OSR ഈക്വൽ ടു ആംഗിൾ ORS അല്ലേ? ഇത് രണ്ടും തുല്യമായ വശങ്ങളാണ്,
തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. നേരത്തെ കണ്ടതുപോലെ തന്നെ. അപ്പോൾ എന്തായിരുന്നു? ആംഗിൾ OSR ഈക്വൽ ടു ആംഗിൾ ORS ഈക്വൽ ടു മൊത്തം 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ആണ്. ഒരു ആംഗിൾ നമുക്ക് 180 മൈനസ് 2x ആണെന്നറിയാം. ഈ 2 ആംഗിൾ ഈക്വൽ ആകുമ്പോൾ 180യിൽ നിന്ന് 180 മൈനസ് 2x കുറച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ എന്ത് വരും? 180 മൈനസ് 180 ബ്രാക്കറ്റ് മാറ്റുന്നു. മൈനസ് കൊണ്ട് മൈനസ് 2xനെ ഗുണിച്ചാൽ പ്ലസ് 2x ബൈ 2. 180 മൈനസ് 180 0 ആയിപ്പോകത്തില്ലേ? അപ്പോൾ 2x ബൈ 2. അപ്പോൾ ഓരോ ആംഗിളും എത്ര വരും? x. ഈ രണ്ടും വെട്ടിപ്പോയി x. അപ്പോൾ ഈ ആംഗിൾ എത്ര വന്നു? x. ഈ ആംഗിളും എത്ര വന്നു? x. നമുക്ക് തെളിയിക്കേണ്ടത് PQRS ഒരു സ്ക്വയർ ആണെന്നാണ്. സ്ക്വയറിൻ്റെ എല്ലാ ആംഗിളും എത്രയായിരിക്കണം? 90 ഡിഗ്രി. ഇത് രണ്ടും 90 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആംഗിൾ S മുഴുവൻ നോക്കിക്കേ. ആംഗിൾ S ഈക്വൽ ടു 90 മൈനസ് എക്സ് പ്ലസ് എക്സ് അല്ലേ? ഇത്രയും 90 മൈനസ് എക്സ് ബാക്കി എക്സ്. അപ്പോൾ മൈനസ് എക്സും പ്ലസ് എക്സും വെട്ടിപ്പോയി 90. അതുപോലെ തന്നെയല്ലേ ആംഗിൾ ആറും? ആംഗിൾ R ഈക്വൽ ടു 90 മൈനസ് എക്സ് പ്ലസ് എക്സ്. അപ്പോൾ 90. അപ്പോൾ എല്ലാ ആംഗിളും 90 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി സൈഡ്സൊക്കെ ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ നമുക്ക് ഈ 2 ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന്, ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെന്നും തെളിയിച്ചിട്ട് അതിനെതിരെയുള്ള ഈക്വൽ ആംഗിളിനെതിരെയുള്ള സൈഡ്സ് സെയിം റേഷ്യോയിലാണെന്ന് ഉള്ള തത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സൈഡും ഈക്വൽ ആണെന്ന് തെളിയിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് രണ്ടും മാത്രം പ്രത്യേകം വരയ്ക്കുന്നു. ഇത് മാത്രം എടുത്തിന് നമുക്ക് ട്രയാങ്കിൾ OABയും ട്രയാങ്കിൾ OPSും കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കണം. ട്രയാങ്കിൾ OAB, ട്രയാങ്കിൾ OPS. ഇവിടെ ഒരു ആംഗിൾ കോമൺ ആയിട്ട് ആംഗിൾ ഇല്ലേ? ഇത് x ആയിട്ടല്ലേ കിട്ടിയത് അല്ലേ? അപ്പോൾ ആംഗിൾ POS ഈക്വൽ ടു ആംഗിൾ AOB ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? x എന്ന് കിട്ടി. പിന്നെ ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ A ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. പിന്നെ ആംഗിൾ PSO അല്ലേ? PSO ഈക്വൽ ടു ആംഗിൾ ABO ഈക്വൽ ടു 90 മൈനസ് എക്സ് എന്നും കിട്ടി. അപ്പോൾ OAB ഇത് ട്രയാങ്കിൾ OPS ആണ്. OPS എന്നീ 2 ട്രയാങ്കിളിലും 3 ആംഗിൾസും ഈക്വലാണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? സിമിലർ ട്രയാങ്കിളാണ്. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ ആംഗിൾ എക്സിനെതിരെയുള്ള വലിയ ട്രയാങ്കിൾ OPSൻ്റെ സൈഡ് എടുക്കുക. ആംഗിൾ എക്സിനെതിരെയുള്ള സൈഡ് ഏതാണ്? PS ബൈ ചെറിയ ട്രയാങ്കിൾ OABയിലെ ആംഗിൾ എക്സിനെതിരെയുള്ള സൈഡ് AB ഈക്വൽ ടു പിന്നെ നമുക്ക് 90ക്കെതിരെയുള്ള വലിയ ട്രയാങ്കിൾ അല്ലേ ആദ്യം എടുത്തത്. അപ്പോൾ ഇനി എപ്പോഴും വലിയ ട്രയാങ്കിൾ എടുക്കണം. ആംഗിൾ Pക്കെതിരെയുള്ള സൈഡ് ഏതാണ്? OS ബൈ ആംഗിൾ A 90ക്കെതിരെയുള്ള സൈഡ് OB ഈക്വൽ ടു പിന്നെ 90 മൈനസ് എക്സിനെതിരെയുള്ള വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് OP അല്ലേ? PO അല്ലെങ്കിൽ OP എന്ന് പറയാം ബൈ ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് OA. ഇനി നമുക്ക് തന്നിരിക്കുന്ന അളവുകളൊക്കെ നമുക്കറിയാവുന്ന അളവുകളൊക്കെ എഴുതാം. PS ബൈ AB എന്താണ്? 2A ഈക്വൽ ടു OS എന്ന് പറഞ്ഞാൽ എന്താണ്? P പ്ലസ് Q അല്ലേ? അപ്പോൾ P പ്ലസ് Q ബൈ OB എന്താണ്? P. ഇനി OP ബൈ OA എന്താണ്? A. അപ്പോൾ ഇവിടെ ഞാൻ ഈ 2 റേഷ്യോയും മാത്രം എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? PS ബൈ 2A ഈക്വൽ ടു ഞാൻ ഈ P പ്ലസ് Q ബൈ P. ഇതിന് സൗകര്യത്തിന് വേണ്ടി ഞാൻ K എന്നെടുക്കുന്നു. ഈ P പ്ലസ് Q ബൈ P എന്ന് പറഞ്ഞാൽ എന്താണ്? K ആണ്.
അപ്പം നമുക്ക് എന്ത് എഴുതാം? പി എസ് ബൈ 2a ഈക്വൽ ടു കെ. അപ്പോൾ പി എസ് സമയം എന്ത് കിട്ടി? കെ ബൈ 2a ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു 2a. അപ്പോൾ പി എസ് ഈക്വൽ ടു 2ak എന്ന് കിട്ടി. പി എസ് ഈക്വൽ ടു 2ak. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒ പി ബൈ എ, എ ആയിരുന്നല്ലോ, ഒ പി ബൈ എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ബൈ പി എന്ന് എഴുതാമല്ലോ. പി പ്ലസ് ക്യൂ ബൈ പി നമ്മൾ എന്തായിട്ടാണ് എടുത്തത്? കെ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഒ പി സമം എന്ത് കിട്ടി? എ കെ. പി ക്യു ആർ എസിൻ്റെ ഒരു സൈഡ് 2ak എന്നും ഒ പി എ കെ എന്നും കിട്ടി. അപ്പം നമുക്ക് പി എസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2ak. ഒ പി ഈക്വൽ ടു എ കെ എന്നും കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. അപ്പോൾ നേരത്തെ ഉള്ള പോലെ തന്നെ ഏതൊക്കെയാണ് ട്രയാങ്കിൾ ഒ ഡി സിയും ട്രയാങ്കിൾ ഒ ക്യു ആർ, അത് കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ ഡി സി, ട്രയാങ്കിൾ ഒ ക്യു ആർ. ഇവിടെ ഏത് ആംഗിൾ ഈക്വലാണ്? ഒ ഡി സിയിലെ സി ഒ ഡി ഈക്വൽ ടു പിന്നെ ഒ ക്യു ആറിലെ ആംഗിൾ ക്യു ഒ ആർ ഈക്വൽ ടു എക്സ് ആണ്. പിന്നെ ആംഗിൾ ഡി ഈക്വൽ ടു ആംഗിൾ ക്യു ഈക്വൽ ടു 90 ഡിഗ്രി ആണ്. പിന്നെ ട്രയാങ്കിൾ ഒ ഡി സിയിലെ ആംഗിൾ ഒ സി ഡി ഈക്വൽ ടു ആംഗിൾ ഒ ആർ ക്യു ഈക്വൽ ടു 90 മൈനസ് എക്സ്. അപ്പോൾ ട്രയാങ്കിൾ ഒ ഡി സിയിലെയും ട്രയാങ്കിൾ ഒ ക്യു ആറിലെയും ആംഗിൾസ് എക്സ് 90 മൈനസ് എക്സ് ആണ്. അപ്പം 3 ആംഗിളും ഈ ട്രയാങ്കിളിലെ 3 ആംഗിളും ഈ ഒ ക്യു ആർ എന്ന ട്രയാങ്കിളിലെ 3 ആംഗിളിന് ഈക്വൽ ആയതുകൊണ്ട് ഇത് സിമിലർ ട്രയാങ്കിളാണ്. അപ്പോൾ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ നമുക്കിവിടെ എക്സിനെതിരെയുള്ള ആംഗിൾ, വലിയ ട്രയാങ്കിൾ എക്സിനെതിരെയുള്ള സൈഡ് ഏതാണ്? ക്യു ആർ. ബൈ ചെറിയ ട്രയാങ്കിൾ എക്സിനെതിരെയുള്ള സൈഡ് ഏതാണ്? സി ഡി ഈക്വൽ ടു ഇനി പിന്നെ 90-ക്കെതിരെ വലിയ ട്രയാങ്കിളാണ് ഇവിടെ ആദ്യം എടുത്തത്. അപ്പം വലിയ ട്രയാങ്കിൾ തന്നെ ആദ്യം എടുക്കണം. വലിയ ട്രയാങ്കിളിന് 90-ക്കെതിരെയുള്ള സൈഡ് ഏതാണ്? ഒ ആർ. അപ്പോൾ ഒ ആർ ബൈ ചെറിയ ട്രയാങ്കിളിന് 90-ക്കെതിരെയുള്ള സൈഡ് ഒ സി ഈക്വൽ ടു പിന്നെ 90 മൈനസ് എക്സ് അല്ലേ എടുക്കേണ്ടത്. വലിയ ട്രയാങ്കിളിന് 90 മൈനസ് എക്സിന് എതിരെയുള്ള സൈഡ് ഒ ക്യു ബൈ ചെറിയ ട്രയാങ്കിളിന് 90 മൈനസ് എക്സിനെതിരെയുള്ള സൈഡ് ഒ ഡി. ഒ ഡി നമുക്ക് എ ആണെന്ന് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ ഇനി തന്നിരിക്കുന്ന സൈഡുകളൊക്കെ എഴുതുക. ക്യു ആർ ബൈ സി ഡി എന്താണ്? 2a. ഒ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? പി പ്ലസ് ക്യു അല്ലേ. അതായത് ഒ സി വരെ പി ആണ്, സി ആർ ക്യു ആണ്. ബൈ ഒ സി എന്താണ്? പി ഈക്വൽ ടു ഒ ക്യു ബൈ ഒ ക്യു നമുക്കറിയത്തില്ലല്ലോ, ഒ ഡി എ ആണ്. ഇനി പി പ്ലസ് ക്യു ബൈ പി എന്ന് നമ്മൾ കെ എന്നല്ലേ എടുത്തത്. അപ്പം നമുക്ക് ഈ രണ്ട് റേഷ്യോയും എടുത്താൽ എന്ത് കിട്ടും? ക്യു ആർ ബൈ 2a ഈക്വൽ ടു കെ. ബൈ 2a സമത്തിനിപ്പുറം വരുമ്പോൾ എന്താകും? ക്യു ആർ ഈക്വൽ ടു കെ ഇൻറ്റു 2a. അതായത് ക്യു ആർ സമം 2ak. ഇനി നമുക്ക് ഈ രണ്ട് റേഷ്യോയും എടുക്കാം. ഇത് എ എന്നാണ് കേട്ടോ. എന്ത് വരും? ഒ ക്യു ബൈ എ ഈക്വൽ ടു പി പ്ലസ് ക്യു ബൈ പി. ഇത് ഒ ക്യു ബൈ എ ഈക്വൽ ടു പി പ്ലസ് ക്യു ബൈ പി. ഇനി നമ്മൾ കെ എന്നാണല്ലോ എടുത്തത്. അപ്പോൾ എന്ത് വരും? ഒ ക്യു ബൈ എ ഈക്വൽ ടു കെ. അപ്പോൾ ഒ ക്യു സമം കെ ബൈ എ ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു എ. അപ്പോൾ ഒ ക്യു സമം എ കെ. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? ക്യു ആർ സമം 2ak. പി ക്യു ആർ എസ് സ്ക്വയർ ആണെന്നാണ് തെളിയിക്കേണ്ടത്. എല്ലാ ആംഗിളും 90 ആണെന്ന് തെളിയിച്ചു.
പിന്നെ ഈ പി എസ് 2AK കിട്ടി, QR-ഉം 2AK കിട്ടി. പിന്നെ ഈ PQ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂട്ടുന്നതാണ്? നിങ്ങൾ നോക്കിക്കേ, OP + OQ അല്ലേ. OP നമുക്ക് എന്ത് കിട്ടിയായിരുന്നു? AK പ്ലസ് OQ നമുക്ക് ഇപ്പം എന്ത് കിട്ടി? AK എന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ AK + AK, 2 AK ചേർന്നാൽ 2AK. അപ്പം PQRSൽ ഇത് 2AK കിട്ടി, ഇത് 2AK കിട്ടി, ഇത് 2AK കിട്ടി. ഇനി നമുക്ക് SRും കൂടെ ഇതേ ലെങ്ത് ആണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യാം. ഇവിടെ ട്രയാങ്കിൾ OBCയും ട്രയാങ്കിൾ OSRും കൺസിഡർ ചെയ്യും. രണ്ടിനും ആംഗിൾ O കോമൺ ആണ് അല്ലേ? അത് എത്രയാണ്? 180 - 2x ആണ്. രണ്ട് കോമൺ ആംഗിളാണ്. പിന്നെ ആംഗിൾ OSRും ആംഗിൾ OBCയും എന്താണ്? X ആണ്. ആംഗിൾ OSR = ആംഗിൾ OBC = X. അതേപോലെ ഈ വശത്തും ആംഗിൾ ORS = ആംഗിൾ OCB = X. അപ്പോൾ ഈ 2 ട്രയാങ്കിളിലെയും ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾസ് 3ഉം ഈക്വൽ ആണല്ലേ. ഒരു ആംഗിൾ രണ്ടിലും 180 - 2x, ഒരു ജോഡി ആംഗിൾ X, അടുത്ത ജോഡി X. അപ്പോൾ 3 ആംഗിളും ഈ OBCയിലെ 3 ആംഗിളും OSRലെ 3 ആംഗിളുമായിട്ട് ഈക്വൽ ആയതുകൊണ്ട് സിമിലർ ട്രയാങ്കിളാണ്. അപ്പോൾ ഈക്വൽ ആംഗിളിനെതിരെയുള്ള സൈഡ്സ് എങ്ങനെയാണ്? സെയിം റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാം. ആദ്യം ആംഗിൾ Oയ്ക്ക് ഈ വലിയ ട്രയാങ്കിളിലെ സൈഡ് എന്ത് വരും? SR / പിന്നെ ചെറിയ ട്രയാങ്കിൾ OBCയിലെ സൈഡ് BC = പിന്നെ ഈ Xനെതിരെയുള്ള സൈഡ് OR / OC അല്ലേ. ഈ Xനെതിരെയുള്ള സൈഡ് വലിയ ട്രയാങ്കിളിൻ്റെ OR, ചെറിയ ട്രയാങ്കിളിലെ OC = പിന്നെ ഏത് ട്രയാങ്കിളാണ്? അല്ല, പിന്നെ ഏത് ആംഗിളാണ്? ഈ ആംഗിൾ X. ഇതിനെതിരെയുള്ള വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ് ഏതാണ്? OS / ചെറിയ ട്രയാങ്കിളിൻ്റെ സൈഡ് OB. നമുക്കറിയാവുന്ന വശങ്ങളൊക്കെ എഴുതാം. SR / BC 2A ആണ്. OR എന്ന് പറഞ്ഞാൽ എന്ത് വരും? P + Q / OC എന്താണ്? P = OSഉം എന്താണ്? P + Q / P. അപ്പോൾ നമുക്ക് ഈ 2 റേഷ്യോയും എടുക്കാം. എന്ത് വരും? SR / 2A = P + Q / P. ഇതിനെ നമ്മൾ K എന്നല്ലേ എടുത്തത്. അപ്പോൾ SR / 2A = K. അപ്പോൾ SR = K × 2A. അപ്പോൾ SR = 2AK. അപ്പോൾ ഈ ട്രയാങ്കിളിൽ SR സമവും നമുക്ക് എന്ത് കിട്ടി? 2AK. ഈ സൈഡും എന്ത് കിട്ടി? 2AK. ഈ സൈഡും എന്ത് കിട്ടി? 2AK. ഇതും 2AK. എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ടും എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയതുകൊണ്ടും PQRS സ്ക്വയറാണ്. K എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P + Q / P ആണ്. എല്ലായിടത്തും വന്നു. അത് P + Q / Pയെ നമ്മൾ സൗകര്യത്തിന് K എന്ന് എഴുതി. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ how we can draw a square with 2 corners on a semicircle and the other 2 corners on its diameter as in the figure. ഈ ഫിഗറിലുള്ള പോലെ നമുക്ക് ഈ സ്ക്വയർ എങ്ങനെ വരയ്ക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. ഫിഗറിൽ 8 സെൻറ്റിമീറ്റർ ലോങ് ലൈനാണ് വരച്ചിരിക്കുന്നത്. അപ്പം ഞാൻ 8 സെൻറ്റിമീറ്റർ നീളമുള്ള ലൈൻ വരച്ചു. ഇതിന് PQ എന്ന് പേര് കൊടുത്തു. ഇതിൻ്റെ മിഡ് പോയിൻ്റ് O കണ്ടുപിടിച്ചു. ഇനി ഈ Oയിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ A എന്ന് പറയുന്ന പോയിൻറ്റും ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ അകലെ B എന്ന് പറയുന്ന പോയിൻറ്റും കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെയാണ് സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ AB 2 ആണല്ലോ.
സ്ക്വയറാണല്ലോ വേണ്ടത്. അപ്പം മുകളിലോട്ട് 2 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇതും 2, ഇതും 2, ഇതും 2 ആയിരിക്കും. ഇനി O സെൻറ്റർ ആക്കിക്കൊണ്ട് OP റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നു? സെമി സർക്കിൾ വരയ്ക്കുന്നു. അപ്പോൾ ഇത് AB ആണ്. നമുക്കപ്പോൾ ഇതിന് CD എന്ന് പേര് കൊടുക്കാം. ഇനി Oയും Dയും കൂടി യോജിപ്പിക്കുന്നു. Oയും Cയും കൂടിയും യോജിപ്പിക്കുന്നു. ഇനി D എക്സ്റ്റെൻഡ് ചെയ്യുക. ഇവിടുന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു പോയിൻ്റ് ABCD ആയില്ലേ, നമുക്ക് Eയും Cയും എക്സ്റ്റെൻഡ് ചെയ്ത് Fഉം. പിന്നെ Fൽ നിന്ന് താഴത്തേക്കും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. Eയിൽ നിന്ന് താഴത്തേക്കും പെർപെൻഡിക്കുലർ വരയ്ക്കണം. അതിനുശേഷം ഇതെല്ലാം സ്കെയിൽ ഉപയോഗിച്ചാണ് EF യോജിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ കിട്ടി. ഇതിന് നമുക്ക് GH എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള EF HG എന്നുള്ള സ്ക്വയർ കിട്ടി.